യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 139 സങ്കീർത്തനം 2, 3, 4 തിരുവചനങ്ങൾ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് ദാവീദിലൂടെ ദൈവം സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവം, നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം പരിശോധിച്ചറിയുന്ന ദൈവം, ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്നും നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ദൈവം, ആ ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് എന്ത് നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കും? ഇന്ന് നമ്മൾക്ക് ചുറ്റും നമ്മൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ക്യാമറ കണ്ണുകൾ നമ്മുടെ സുരക്ഷയ്ക്കായി വയ്ക്കുന്നത് പോലെ ഒരു വീടിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ആ ഭവനത്തിൻ്റെ ചുറ്റും ക്യാമറകൾ വെച്ച് എല്ലാം ഒപ്പിയെടുക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഓരോ സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആ കർത്താവ് നമ്മളെ വളരെ വ്യക്തമായി പരിശോധിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പക്ഷത്താണോ അതോ തിന്മയുടെ പക്ഷത്താണോ നാം ചരിക്കുന്നതെന്ന് അവനെപ്പോഴും മനസ്സിലാക്കും. ദൈവത്തോടു കൂടി നടക്കുന്നവന് അവനെല്ലാം സമൃദ്ധമായി നൽകിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ദൈവത്തോടൊപ്പം ആയിരിക്കാം. എൻ്റെ ഓരോ നിമിഷവും ദൈവം എന്നെ പരിശോധിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.